നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ വെല്ലെ വിളിക്കാനായിട്ട് പോവുക. വെല്ലെ വിളിക്കാനായിട്ട് വന്ന് അവൾ ഇറങ്ങി ഓടി. പുറവിന് ഓടുക. ഇനി ഞങ്ങൾ കഥ തുറന്നപ്പോഴത്തേക്ക് അവൾ ഓടിക്കളഞ്ഞു. ഇനി ഓടിച്ചിട്ട് പിടിക്കണം. അവൾ കിട്ടിയ അവസരം അവൾ പ്രയോജനപ്പെടുത്തി. നോക്ക്, കണ്ടത്തിൽ കൂടെ ഒക്കെ ഓടിയവൾ പുറവിന് ഓടുക. ഞാനും കിട്ടിയാൽ മതിയായിരുന്നു. പ്രതീക്ഷിച്ചില്ല. തുടലിടാൻ പോയപ്പോഴത്തേക്ക് അവൾ ഇറങ്ങി ഓടിക്കളഞ്ഞ്. കഥ തുറന്ന് കിടന്നപ്പോഴത്തേക്ക് അവൾ എന്തായാലും ഒരു പരുവത്തി ഓടിച്ചിട്ടില്ല. കുറേ ഓടിയിട്ട് പിന്നെ അവൾ തിരിച്ചു തന്നെ വന്നു കേട്ടോ. നമ്മളാന്ന് മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് അവൾ തന്നെ ഇനി ഓടി വന്ന് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോക്കായിരുന്നു. അരിപ്പാട് മൊത്തം ഇറങ്ങി നടക്കേണ്ടി വന്നില്ല. ഇങ്ങനെ വല്ല നമ്മളെ കുറേ ഇട്ട് ഓടിച്ചിട്ട് തിരിച്ചു വന്ന് കൊണ്ടുപോകാനെന്നുള്ള ഇത് വന്നില്ലല്ലോ. അന്നൊക്കെ അവൾ ഓടത്തില്ലായിരുന്നു. ശ്വാസം മുട്ടി ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഓടിയത്. ഇതാ നമ്മളും വീട്ടിലെ ഇവളെ അഴിച്ചു വിട്ടാൽ 4 പാട് ഓടിപ്പോകുമെന്ന് പറയുന്ന ഇതുകൊണ്ടായിരുന്നു. ഞങ്ങളെ ഒന്ന് കുറേ ഓടിച്ചിട്ട് അവൾ തിരിച്ചു വന്നു. തിരിച്ച് കൊണ്ടുവരാൻ വന്നതൊന്നും ഇയാൾ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഓടാതെ അവിടെ നിന്നേനെ. അപ്പോൾ വെല്ലം മോളെ തിരിച്ചു കൊണ്ടുപോകാമെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ മോനും മോളും എല്ലാം പറഞ്ഞ് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാമെന്ന്. അങ്ങനെ അവരുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ എന്തായാലും വെല്ലെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. വന്ന ഉടനെ തന്നെ നമുക്ക് 8ൻ്റെ പണിയും തന്നിട്ട് അവൾ ഓടി. എന്നാലും ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുപോവുക. ശരിക്കും ദൂരെ ഓടിയവള്. പിന്നെ നമ്മൾ പുറമെ നടന്ന് വിളിച്ചപ്പം തന്നെ ഇഞ്ഞ് വരികയും ചെയ്തു. ഇത്രയും ദൂരം അവിടെ എല്ലാം ഇട്ട് ഓടിച്ച്. ഇനി നമുക്ക് വണ്ടി കയറ്റി അവളെ കൊണ്ടുപോകാം. അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൊണ്ടുപോകാൻ പറഞ്ഞു. നമ്മൾ ഇങ്ങനെ കൊടുത്തപ്പോൾ പറഞ്ഞായിരുന്നു നമ്മൾ തിരിച്ചു ചോദിക്കുവാൻ തരണമെന്ന്. അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. നമ്മുടെ ബന്ധു തന്നെയായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. നമ്മൾ അങ്ങനെ പിള്ളേരെ പോലെ നോക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോൾ ഇനി കാറ് കയറ്റി നമുക്ക് കൊണ്ടുപോകാം. മോനിന്ന് പഠിത്തമില്ലായിരുന്നു. പക്ഷേ ട്യൂഷൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. അവിടെ ടെസ്റ്റ് പേപ്പർ എന്തോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പോയി. അതുകൊണ്ട് അയാളെ കൊണ്ടുവരാൻ അയാൾ വന്നിട്ട് ഇങ്ങോട്ട് വെല്ലായി വിളിക്കാൻ വരാവുള്ളെന്നാണ് പറഞ്ഞത്. ആണ്ട കാറിനകത്ത് കയറി സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോഴാ കാര്യങ്ങളൊക്കെ പിടികിട്ടി നമ്മുടെ കൂടെ പോവുകയെന്ന്. അതുകൊണ്ട് ഇപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. ഉണ്ടോ, ഉമ്മയൊക്കെ തരും. ഇപ്പോൾ ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇരിക്കുന്നു. നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ അവളെ ഇരിക്കുക. 4 സൈഡ് നോക്കി കണ്ട് ആസ്വദിച്ച് വരിക. ഇപ്പോഴാണ് അവളെ കൊണ്ടുപോകാൻ വന്നതാണ് നമുക്ക് ശരിക്കും മനസ്സിലായത്. അതുകൊണ്ടാണ് സൈലൻ്റായിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളിവിടെ വന്നു. വേണ്ട, ഇനി വീട്ടിലോട്ടുള്ള നടത്തിയാണ്. വണ്ടിയിൽ നിന്ന് ഇറക്കി നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകും. റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് പോവാം. സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കുക അവള്. വേണ്ട, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താകുമെന്ന് നമുക്ക് നോക്കാം. വലിയ സന്തോഷത്തിലോട്ടുള്ള നടത്തയൊക്കെയാണ്. വിടാൻ പറ്റത്തില്ല. വിട്ട് കഴിഞ്ഞാൽ അവൾ ഈ പഞ്ചായത്ത് വിട്ടു പോകും. ഇച്ചിരി അങ്ങോട്ട് നടക്കണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഉള്ള സീനൊന്ന് നോക്കാം നമുക്ക്. ഇപ്പം എല്ലാവരും കുരയ്ക്കും. അതിന് കാരണമുണ്ട്. അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ, പപ്പി. അതിൻ്റെ മണമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും ദേഷ്യപ്പെടുകയും ചെയ്യും. നമുക്ക് നോക്കാം. ഞാൻ മോളോട് പറഞ്ഞ മോൾ ആദ്യം പോയി ഇവളെ ഒന്ന് മതിലിൻ്റെ മേളിൽ കൂടെ നമുക്ക് പൊക്കിയെടുത്തൊന്ന് കാണിക്കാം. അപ്പോൾ എന്തോ ചെയ്യുമെന്നറിയാമല്ലോ എല്ലാം.
വെല്ലയ്ക്ക് ഇവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ വീടെത്തിയെന്ന് മനസ്സിലായി. എന്താ വീടെത്തി. ഞാൻ പറഞ്ഞു മോളോട് നമുക്ക് മതിലിൻ്റെ മേളിൽ കൂടെ ഇവിടെ വെല്ലയെ പൊക്കിയെടുത്തൊന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുന്നതെന്ന് നമുക്കൊന്നറിയാമല്ലോ. മതിലിൻ്റെ മേളിൽ കൂടെ ഞാൻ ഒന്ന് പൊക്കിയെടുത്തിട്ട് ഡോണ് വന്ന് ഡോണ് ചാടി വരുന്നുണ്ട്. മതിലിൻ്റെ മേളിൽ കൂടെ ഒന്ന് പൊക്കിയെടുത്ത് കാണിച്ചു തന്നേരം രണ്ടുപേരും കൂടെ ഉമ്മ വെച്ച് കളിക്കുന്നു, മണം പിടിക്കുക. എന്നിട്ട് ഡോണൊന്ന് ദേഷിച്ച്, ഇല്ല പപ്പിയുടെ മണം ഉള്ളത് കൊണ്ടാണ്. 2 മാസം ആയുള്ളൂ, എന്നിട്ട് അവൻ ദേഷിച്ച്. നോക്ക്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മണം പിടിക്കുന്നു. നോക്ക്, അപ്പുറം നിൽക്കുക ഗേറ്റിൻ്റെ. പിന്നെയും മണം പിടിക്കുക രണ്ടുപേരും കൂടെ. പങ്കിയും പിങ്കിയൊക്കെ വേളം വെക്കാൻ തുടങ്ങി. എല്ലാവരും വേളം വെച്ച് തുടങ്ങി. എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. ഡോണിന് പിന്നെ പണ്ടേ ഇഷ്ടമല്ല അവളെ. വെല്ല ഡോണിന് ഇഷ്ടമല്ല, പിങ്കിയാണ് ഡോണിന് ഇഷ്ടം. ഡോണിൻ്റെ തീറ്റയും കൂടെ ഇവളെടുത്ത് തിന്നുന്നുണ്ട് ഇവളെ ഇഷ്ടമല്ല. വേണ്ട, രണ്ടുപേരും കൂടെ വെല്ല വന്നപാടെ അവിടെ എല്ലാം മണം പിടിക്കുക. അവൾക്ക് വീടെത്തിയതിൻ്റെ ഒരു സന്തോഷം. രണ്ടും ഓടിക്കളി തുടങ്ങി. അതുകൊണ്ട് സീതയമ്മ എടുക്കലോട്ടൊക്കെ പോകുന്നു. ഇതെല്ലാം അവിടെ എല്ലാം 4 പാട് ഓടുക. വീടിൻ്റെ 4 പാട് ഓടി. വീട് ഡോണും തൊട്ട് പുറമെ തന്നെ നടക്കുന്നുണ്ട്. ഡോണും വന്നതിൻ്റെ സന്തോഷം കൊണ്ട് നടക്കുക. വെല്ല ഇപ്പോഴാണ് ജീവൻ വീണത്. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാം, ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. മറ്റേ ആ വീടിനകത്തുള്ള പരിപാടിയല്ല ഉള്ളത്. എന്താ ഉമ്മ വെച്ച് കളിക്കുന്നു പിങ്കിയായിട്ട്. ഇതെല്ലാം മണം പിടിക്കുന്നുണ്ട്. അവിടുത്തെ മറ്റേ പപ്പിയുടെ മണം ഉള്ളതുകൊണ്ട് ആദ്യം ഒന്ന് കുരയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വെല്ലയാന്ന് മനസ്സിലാകുന്നവർക്ക്. വേണ്ട, പങ്കി അങ്ങോട്ട് വിളിക്കുക. പങ്കി വിളിക്കുകയും ചെയ്യും, കടിക്കുകയും ചെയ്യും. വേണ്ട, പങ്കിയും പിങ്കിയും കൂടെ, അല്ല വെല്ലയും പിങ്കിയും കൂടെ പരിചയപ്പെടുന്ന ഉമ്മ വെച്ച് നോക്ക്. മണം പിടിക്കുക രണ്ടുപേരും കൂടെ. വാല് മാറ്റുന്നുണ്ട്. പങ്കി വിളിക്കുന്നുണ്ട്. പങ്കി ചെല്ലുന്നില്ല. പങ്കി അടുക്കലോട്ട് പോകുന്നില്ല. പങ്കി ഡേഞ്ചറാണെന്ന് നമുക്കറിയാം. അവൾ വിളിച്ചു വരുത്തി കടിച്ചു കളയും. ഡോണു നക്കി തുടയ്ക്കുന്നു. അങ്ങനെ ഇന്ന് ബെല്ലയെ വിളിക്കാനായിട്ട് മോള് വന്നതാണ്. ബെല്ലയെ വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, രണ്ടുപേരും കൂടെ അവർ നോക്ക് മണമൊക്കെ പിടിച്ച് സന്തോഷപ്രകടനം. മറന്നില്ല, 2 മാസം കഴിഞ്ഞല്ല കേട്ടോ, മറക്കത്തൊന്നുമില്ല. ഒരു ബെല്ല ശരിക്ക് കുഴഞ്ഞു. ഫുഡ് ഒന്നും ശരിയല്ലായിരുന്നു തോന്നുന്നു. വിളിക്കുന്നുണ്ട് പങ്കി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലാൻ. പിങ്കിയുടെ അടുക്കെ ചെന്ന് പിങ്കിയായിട്ട് പരിചയപ്പെട്ട്. വെള്ളം കുടിച്ചോളാഞ്ഞ് വയ്യാഞ്ഞ് ഇന്നേ മോളെ കൈയായിട്ട് വിളിക്കുന്ന നോക്ക്. പങ്കി കൈയായിട്ട് വിളിക്കുന്ന നോക്ക്. വെല്ലയും ഓടി. ഡോൺ ഇതെല്ലാം കണ്ടുകൊണ്ട് മാറി കിടക്കുക. ഇവളെ പിന്നെയും തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള ഒരു നോട്ടത്തിൽ അവൻ കിടക്കുന്നത്. വന്നതിൻ്റെ മുറിവുറുപ്പ് എല്ലാവർക്കും ഉണ്ട്.
പരിചയപ്പെടിയിൽ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി 4 പേരും കൂടെ ഒന്നിച്ച് കിടക്കട്ടെ, അതല്ലേ നല്ലത്. ഒരാളിനെ നമ്മൾ വേറെ കൊണ്ടുപോയി വിട്ടെന്ന് പറയുന്നതല്ലോ. അന്ന് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടായിരുന്നു ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ പിള്ളേർ അവിടെ പോയി കണ്ടിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമം. മോനാണെ ഭയങ്കര വിഷമമായിട്ട് നമുക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കരയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് അവളെ ഇനി കൊണ്ടുപോരാ എന്ന് വിചാരിച്ചു. പിള്ളേർക്കൊരു സന്തോഷമാകട്ടെ, അവർ 4 പേരും കൂടെ ഒന്നിച്ച് കിടക്കുമ്പോഴേ അതും ഒരു സന്തോഷമാകട്ടെ. ഇനി അവർ ഓടിക്കളിക്കട്ടെ. ഇവിടെ വെല്ലേ കെട്ടിയിടാതിരിക്കാൻ പറ്റത്തില്ല. ഡോണിനെ അഴിച്ചു വിട്ടിട്ട് വെല്ലേ നമുക്ക് കൂട്ടിയിടാം. അല്ലെന്നുണ്ടെങ്കിൽ അവൾ സമയം കിട്ടിയ ഇറങ്ങി ഓടിക്കളയും. ഇപ്പം തന്നെ ഒരു ഓട്ടം കഴിഞ്ഞിട്ട് വരുമോ ഇനി, അതുകൊണ്ട് അവളെ കെട്ടിയിടാതിരിക്കാൻ പറ്റത്തില്ല. കെട്ടിയിടാം നമുക്ക്. ഇപ്പോൾ അവിടെ ഓടിയൊക്കെ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ നേരത്ത് കെട്ടിയിട്ടിട്ട് പോവാം. വല്ല ഇപ്പോഴാണ് ഇവിടുന്ന് പോകാനൊക്കെ പുറം ലോകം കാണുന്നത് കേട്ടോ. അവിടെ അവർ പെരയ്ക്കകത്തിട്ടേക്കുമായിരുന്നു. റൂം അടച്ചു കഴിഞ്ഞാൽ പുറത്തോട്ടൊരു ബന്ധവുമില്ല. അത് സ്റ്റേ റൂമുണ്ട്, അതിൻ്റെ മേളിൽ കൂടെ കയറിയാണ് പുറത്ത് എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണുന്നത്. അല്ലാതെ ഓടാനും ചാടാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇനി 4 പേരും കൂടെ സുഖമായിട്ട് കഴിയട്ടെ. അന്ന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് വല്ല നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അവർ ചോദിച്ച് അന്നേരം കൊടുക്കാമെന്ന് തീരുമാനിച്ച്. ഇനിയിപ്പം തിരിച്ചു കൊണ്ടുവരാമെന്ന് പിള്ളേരും പറഞ്ഞ് ഞാനും ആലോചിച്ച്. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ആണെന്ന് നമ്മളെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ 3 പേരെ നോക്കുന്നില്ലേ, പിന്നെ അതിനെയും കൂടെ കൊണ്ടുവന്ന് നോക്കിക്കൂടായിരുന്നു. അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ ശരിയല്ലേ, 4 പിള്ളേരുണ്ടായിരുന്നിടത്ത് ഒരാളിനെ മാത്രം വേറെ വിട്ട് കഴിയുമ്പോൾ അവൾക്കും ഭയങ്കര വിഷമമായിരിക്കും, നമ്മുടെ പിള്ളേർക്കും ഭയങ്കര വിഷമം, മോനൊക്കെ ഭയങ്കര വിഷമം. അതുകൊണ്ട് കൂടെ പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ടി ഇനി നമുക്ക് സമയം കണ്ടെത്തണം ഇവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ. പിന്നെ മോള് ആഴ്ചയിലൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. മോള് വരുന്ന വഴിക്ക് ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവർക്ക്. ഇത് അവർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ പഴയ കുത്തുപോലെ ടൈപ്പ് വെല്ലം മേടിച്ച് അവിടെ ഇട്ട്. നമുക്കിതൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അവളതുകൊണ്ട് അവിടെ ഇട്ട്. പക്ഷെ പങ്കി തിന്നുന്നുണ്ട്. പിങ്കിയും തിന്നാൻ ചാൻസ് ഉണ്ട്. ഡോണിപ്പോൾ അതുമായിട്ട് ഓടും. അവനവിടെ കാണാൻ കൊണ്ട് കളയത്തുള്ളൂ. ഡോണിന് കൊടുത്തിട്ടുണ്ട്. അവൻ അതുമായിട്ട് പോകുന്നുണ്ട്. അവൻ്റെ സ്ഥിരം പണിയായത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അവൻ അപ്പുറത്താണ് കൊണ്ട് ഇട്ടിട്ട് വരുത്തുള്ളൂ. അതുകൊണ്ട് അവനപ്പുറത്ത് കൊണ്ടിട്ടിട്ടിഞ്ഞ് പോയിരുന്നു. ബെല്ലയ്ക്ക് കൊടുത്തത് കണ്ട സ്റ്റെപ്പേ കിടപ്പുണ്ട്. പങ്കിയും പിങ്കിയും ഡീസൻ്റായിട്ട് തിന്നുന്നുണ്ട്. ഇറച്ചിയുടെ മണമൊക്കെ ഉള്ളതാണ്, പക്ഷെ അത് അവർക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവർ അതവിടെ ഇട്ട്. ഇനി എന്തുവാ മേടിക്കാൻ പോയേക്കുവോ, ചേച്ചിയുടെ അടുക്ക പോയത്. ഇനി എന്തുവാ എന്നുള്ളത് മേടിച്ചുകൊണ്ട് വരാൻ. പങ്കി തിന്നോണ്ടിരിക്കും. അങ്ങോട്ട് ചെന്നാൽ വിവരം അറിയുകയും ചെയ്യും. അവർക്ക് സംഘമൊന്നുമില്ല, തിന്നുന്ന സമയത്ത് തന്നെ കടിക്കുകയും ചെയ്യും. ചേച്ചി കണ്ട് അടുത്ത ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഡോൺ അതും മേടിച്ച് വേണേൽ അപ്പുറത്ത് കൊണ്ടുപോകും. വല്ല നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഒത്തിരി ആളായി. അതുകൊണ്ട് അവൾക്ക് ആർത്തിയുണ്ട്. എൻ്റെ പിങ്കിക്ക് കുത്തുപോലെ കൊടുത്തത് കടിച്ച് പറിച്ച് അവൾ തിന്നുന്നുണ്ട്. പങ്കി അത് ഡീസൻ്റായിട്ട് തിന്നുന്നുണ്ട്. ബെല്ലയുടെയും ഡോണിൻ്റെയും അവിടെ കിടപ്പുണ്ട് ഉണ്ട്.
ബെല്ലയ്ക്ക് പിന്നെ ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ബീഫിൻ്റെ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട് ബിസ്ക്കറ്റ്. ഇത് ഇവരുടെ ഫുഡാണ്. ബെല്ല അതൊക്കെ കഴിക്കുന്നുണ്ട്. അവൾ വിശന്ന് നിൽക്കുക. എന്തുവാന്ന് പിങ്കി നോക്കുക, ഇനി വല്ലതും ഉണ്ടോ എന്നുള്ള രീതിയിൽ. പിങ്കിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് തോന്നുന്നു. പങ്കിക്കും ഇഷ്ടപ്പെട്ടു. ഇവർക്ക് കണ്ടുപേർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുടിക്കുന്നുണ്ട്. അവരുടെ ഫുഡാണ് മുറിച്ച് കൊടുക്കുന്നത്. അത് ചിക്കനൊക്കെ ആഡ് ചെയ്തതാണ്. എല്ലാം കണ്ടിച്ച് കൊടുക്കുന്നു. പങ്കിക്കും കൊടുത്തു. അബദ്ധം പറ്റിയതാ കേട്ടോ. ഡോണാന്നും പറഞ്ഞ് കൊടുത്തതാ. ബെല്ലയ്ക്കായിപ്പോയി. ആള് മാറിപ്പോയി. അവർക്ക് വെല്ല ആയിട്ട് കയ്യിൽ നിന്ന് മേടിച്ച് ചെയ്യുന്ന. ഡോണാന്ന് കയ്യിൽ നിന്ന് മേടിച്ച് ഇല്ലത്തില്ല. അവന് കിട്ടിയില്ല. നോക്ക്, ചൂടിട്ട് കൊടുക്കുക. വെല്ലയ്ക്ക് വിശന്ന് ഇതായിട്ട് ഇരിക്കുമല്ലോ. അവിടെ ഇടയൊക്കെ ഒന്ന് പോരട്ടെ. ഇനി 4 എണ്ണവും കൂടെ ആരെങ്കിലും ആ വഴിയെ പോയാലുള്ള അവസ്ഥയാണ്. ഒരെണ്ണത്തിനെ അതിലെ കൂടെ വിടത്തില്ല. എല്ലാവരും അദ്ദേഹത്ത് കുതിര കയറാൻ പോകും. ഞാനാണെങ്കിൽ അതുകൊണ്ട് ഗേറ്റിൻ്റെ പുറത്ത് ഒരു ബെഡ്ഷീറ്റ് ഇട്ടേക്ക് വരുന്നത് ഒരു കാണാതിരിക്കാൻ. ഈ വരുന്നവർ പേടിക്കും. പെട്ടെന്ന് വലിയ കുതിര പോലെ ചാടി അങ്ങ് ചെല്ലുമല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു ഗേറ്റൊക്കെ ഇട്ട് മറച്ചിരിക്കുന്നത്. അല്ല, ഗേറ്റിൻ്റെ പുറത്തൊരു ബെഡ്ഷീറ്റൊക്കെ ഇട്ട് മറച്ചിട്ടിരുന്നത്. ലോണിന് പിടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വെല്ല കൊടുക്കത്തില്ല. അതും കൂടെ വെല്ല മേടിച്ചെങ്കിൽ നിൽക്കും. ബീഫിൻ്റെ ബിസ്ക്കറ്റാണ്. മോള് തിരുവനന്തപുരത്ത് നിന്നൊക്കെ മേടിച്ചോണ്ട് വന്നേ അവരുടെ വേണ്ടുന്ന സാധനങ്ങൾ. പങ്കിക്ക് കൊടുത്തില്ല. അവളതിൻ്റെ വെപ്രാളം കാണിക്കുന്നുണ്ടോ. ചിലപ്പോൾ ഉറുക്കുകയും ചെയ്യും പങ്കി. ഇനി ചിലപ്പോൾ കൊടുത്ത തിന്നത്തുമില്ല. ചില സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയുണ്ട്. ആദ്യം അവൾക്ക് കൊടുക്കണം, കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കഴിക്കത്തില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു ബെല്ലെ തിരിച്ചു കൊണ്ടുവരുന്ന വീഡിയോ കാണാനായിട്ട് കാത്തിരിക്കുവാണെന്ന്. അപ്പോൾ ഇന്ന് ഡോൺ ഇങ്ങ് തട്ടിക്കളഞ്ഞു കേട്ടോ. അത് ഇന്ന് നമ്മൾ പോയി ബെല്ലെ കൊണ്ടുവരുന്ന വീഡിയോ ആണ് എടുത്തത്. ബെല്ല വന്ന് എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ കഴിയുവാണ്. ഇനി ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ. മോളിനി മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയൊക്കെ. ഇതിപ്പം വെയിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. മഴയാണെങ്കിലും ഉള്ളാലും അല്ല പിന്നെ കുഴപ്പമില്ല. അവർക്ക് ബിസ്ക്കറ്റാണ്. ബീഫും ചിക്കൻ്റെ ഒക്കെ ഇതായിട്ടുള്ള ബിസ്ക്കറ്റാണ്. വെല്ലയൊന്ന് ഫ്രീ ആയിട്ട് 2 മാസമായി. അപ്പോൾ പുറം ലോകം കണ്ടിട്ട് 2 മാസമായെന്നുള്ളതാണ്. ഇടയ്ക്ക് അവരുടെ അടുക്കൽ നിന്ന് ചാടി പോയായിരുന്നു. പോയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് കിട്ടിയത്. എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞതൊന്നുമില്ല കേട്ടോ. പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം അവർ പറയുന്നത്. അതൊരു ഭാഗ്യത്തിന് അവളെ തിരിച്ച് കിട്ടി. അന്നേരം നമ്മൾ വിചാരിച്ച് അയാളെ കൊണ്ടുവരണം. അവരെ കുറ്റമല്ലെന്ന്. അവർ ഇന്ന് തന്നെ കണ്ടില്ലേ, തുറന്ന ഉടനെ അവൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നെ അതിൻ്റെ പുറകിന് ഓടി നടക്കണം. ഇന്നിപ്പോൾ ഞങ്ങളായതുകൊണ്ട് അവൾ തിരിച്ചു വന്നതാണ്. കുറച്ച് ഓടി ഇതായി കഴിഞ്ഞിട്ട് അവൾ ഇനി തിരിച്ച് തന്നെ ഇഞ്ഞു വന്നു. പക്ഷെ അന്ന് അവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് അവർ വന്നില്ല. 2 ദിവസം കഴിഞ്ഞ്
അവിടെ കണ്ട ഒരു വീട്ടിൻ്റെ സൈഡിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് ആരോ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവർ പോയി വിളിച്ചുകൊണ്ട് വന്നത്. ഇനി ഇവിടെ ഒരു പുകില് തന്നെ ആയിരിക്കും കേട്ടോ, 4 കൂടെ. ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും ആവും. ഇതെല്ലാം പോയപ്പോൾ കുറച്ച് ആച്ചുണ്ടെന്നും പറഞ്ഞൊക്കെ ഇരുന്ന ആൾക്കാരതിലത്തുള്ളവർ. പിന്നെ അവളും കൂടെ വന്നുകൊണ്ട് 4 കൂടെ ആരെങ്കിലും വരുമ്പോൾ കുരയ്ക്കുന്നത്. 1000 ചെവിതലയൊക്കെ ഉണ്ടാകും. പക്ഷെ ചിലർക്ക് കുഴപ്പമില്ല. അവർ പറയുന്നത് ഈ ഏരിയയിലോട്ടൊരു കള്ളന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും വരുത്തില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ കാണുന്നത്. പക്ഷേ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ചെയ്യും. വേണ്ട ഫുഡെല്ലാം കഴിച്ച് കൂട്ടിനകത്ത് വേണ്ട ഇവിടെ കെട്ടി അകത്തും പുറത്തുമായിട്ട് കിടക്കാമല്ലോ. ഇയാൾക്ക് ദൂരെയും പിടിക്കുകയും ചെയ്യണമെങ്കിൽ പുറത്തിറങ്ങാം, കയറി മഴ വരികയാണെങ്കിൽ കയറി അകത്തും കിടക്കാം. എന്താ ഒരു കുഴപ്പമില്ലാതെ ഡീസൻ്റായിട്ട് കിടക്കാം. ഇങ്ങനെ ഇത് ഉദ്ദേശിച്ചാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ കൂട് ക്ലീൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. രാവിലെ വന്നെന്നും അത് ക്ലീൻ ചെയ്യൊക്കെ നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ടാണ് വെല്ലമോളെ നമ്മൾ ഒരാൾക്ക് കൊടുത്തത്. അപ്പോൾ അത് ശരിയാകാത്തതുകൊണ്ട് നമ്മളത് തിരിച്ചു കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കാം. അത് കഴിഞ്ഞ് അവരെ മാറ്റാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആലോചിക്കാം. കാരണം മോള് നമ്മൾ വിളിക്കാനായിട്ട് വന്നപ്പോൾ ഉള്ള കുറച്ച് രംഗങ്ങൾ കാണാം. വെല്ല അവിടെ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. മേളിൽ അവരിട്ടേക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ ആളാണ് പപ്പി. പെരയുടെ മേളിലാണ് അവർ ഈ വെയിലും കൊണ്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് വെല്ലമോളെ കാണിച്ചു തരാം. നോക്കിയേ, ഒരു തല മാത്രം പുറത്തോട്ട്, ഒരു ഹോളിൽ കൂടെ തല മാത്രം പുറത്തോട്ടിട്ട് ഞങ്ങളെ കണ്ടിട്ട് തന്നെ ആൾ മനസ്സിലാകാതെ ഞങ്ങളോട് തന്നെ കുരയ്ക്കുക. ഈ വെയിലത്ത് ഇങ്ങനെയാണ് കിടക്കുന്നവല്ല. അല്ലാതെ നമുക്ക് പുറത്ത് ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു രീതിയിലാണ് അവൾ കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജീവിതം വെല്ലയുടെ ഇതാണ്. ഒരു ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ എന്നാലും അവൾക്ക് ഈ പറഞ്ഞ പോലെ പുറത്തോട്ടിറങ്ങി ഒന്നും സ്വാതന്ത്ര്യമായിട്ടൊന്നും ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റാത്തത്. ഇതാണ് വെല്ല, അവിടുത്തെ പപ്പി. അപ്പോൾ തൊടലുമൊക്കെ മേടിച്ച് ബെൽറ്റുമൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കൊടുത്തപ്പോൾ ഉള്ളതെല്ലാം പോയി. തൊടൽ പൊട്ടിച്ചുകൊണ്ട് പോയെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.